കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വന്നത് ബൈബിൾ കഥയിലെ ലാസറിൻ്റെ കഥയാണ്. ബൈബിൾ സൂചിപ്പിക്കുന്നത് ലാസർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായിരുന്നു. അവൻ്റെ ഭവനത്തിലേക്കാണ് യേശു പെസഹ പെരുന്നാളിന് മുമ്പ് കടന്നു ചെന്നത് എന്നാണ്. അവിടെ യേശുവിന് അവർ വിരുന്നൊരുക്കുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം, ഈ ലാസറിന് മരണത്തിൽ നിന്ന് മോചനം നൽകി എന്നതുകൊണ്ടുകൂടിയാണ് യേശു ക്രിസ്തുവിന് കുരിശുമരണം അനുഭവിക്കേണ്ടതാണ്. തൻ്റെ സുഹൃത്തിനു വേണ്ടി ജീവനെ കൊടുക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് ക്രിസ്തു കാണിച്ചു തരിക. ലാസറിനു വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് യേശുവിനെ കുരിശിലേക്ക് ആനയിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത. അത് യഹൂദന്മാരെ സംബന്ധിച്ച് മതദ്രോഹമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലാസറിനെ എങ്ങനെയാണ് യേശു ഉയർപ്പിച്ചത് എന്നതാണ്. ഒരാൾ മരിച്ചാൽ, ജീവിച്ചാൽ അവൻ്റെ കുടുംബത്തിനും വീട്ടുകാർക്കും നല്ലത്, അല്ലെങ്കിൽ പോയി എന്നൊക്കെയാണ് നമ്മളുടെ ഒരു പഴമൊഴി എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് തന്നെയാണ് ഇക്കാര്യത്തിലും പറയാനുള്ളത്. ലാസർ മരിക്കുകയോ ലാസർ ഉയർക്കുകയോ ചെയ്യുമ്പോൾ അത് അവൻ്റെ കുടുംബത്തിന്, ലാസറിൻ്റെ സഹോദരിമായ മാർത്തയ്ക്കും മറിയയ്ക്കും പോകുന്നു, അവർക്കും നേട്ടമുണ്ടാകുന്നു എന്നതാണ് ആ കഥയിൽ അവിടെ പറയാം. എന്നാൽ ലാസറിൻ്റെ ഉയർപ്പ് എന്നത് ആന്തരികമായ ഒരു വിമോചനമാണെങ്കിൽ അത് സർവമാനവർക്കും ഒരു മാതൃകയാണ് എന്നുള്ളതാണ്. അതാണ് കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആ വിഷയത്തിലേക്കാണ് നാം സംസാരിക്കുകയും ചെയ്യുന്നത്. ലാസർ ഉയർത്തില്ലയോ എന്നത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. ലാസർ ഉയർത്തില്ലെങ്കിലും, മരിച്ചവരിൽ നിന്ന് ഉയർത്തില്ലെങ്കിലും അതൊരു വിഷയമേ അല്ല. പക്ഷേ ലാസർ ആന്തരികമായി മരിച്ചവനായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കഥ സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിനെ സമീപിക്കുമ്പോൾ മാത്രമാണ് ഒരാളുടെ ആന്തരിക ജീവിതത്തിന്, അവൻ്റെ ജീവിതത്തിന് ഈ കാലത്ത് എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലാത്ത പക്ഷം അത് വെറും കെട്ടുകഥയാണ്, ഒരു മാജിക്കൽ സ്റ്റോറി മാത്രമായിട്ടേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ കഥയിലേക്ക് വരാം. യേശുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ലാസർ യെരുശലേമിലെത്തുമ്പോൾ, അതായത് ഗലീല എന്ന അവൻ ജീവിച്ചിരുന്ന പട്ടണത്തിൽ നിന്നും ദേവാലയമുള്ള യെരുശലേം എന്ന വലിയ നഗരത്തിലേക്ക് എത്തുമ്പോൾ യേശു ആദ്യം എത്തുന്നത് ലാസറിൻ്റെ ഭവനത്തിലാണ്. ഈ സാധു മനുഷ്യനെ കാണുവാൻ, അവരുടെ ഉപചാരങ്ങൾ ഏറ്റുവാങ്ങുവാനുമാണ് ക്രിസ്തു വരുന്നത്. അങ്ങനെ പേര് സൂചിപ്പിക്കുന്ന ചുരുക്കം ചില വീട്ടുകാരിൽ ഒരാളാണ് ഈ ലാസർ എന്ന നാമധേയം എന്ന് നാം ഓർത്തിരിക്കണം. നിരവധി പരീശന്മാരും പ്രമാണിമാരും ധനവാന്മാരും വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്ന യെരുശലേമിലും ഇസ്രായേലിലും ലാസർ എന്ന ഒരു മനുഷ്യനെയും മർത്തയും മറിയ എന്ന സഹോദരിമാരെയാണ് ഈ കഥകളിൽ സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നത്. അതും അവർക്ക് വലിയ സ്ഥാനം നൽകിക്കൊണ്ടാണ് അത് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ലാസർ പ്രത്യേകിച്ച് ഒരു ഭാഷണവും ഒരു സംഭാഷണവും നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നല്ല, മാർത്തയും മറിയും യേശുവിനോട് വലിയ സംവാദങ്ങൾ നടത്തുന്നു, ആത്മീയമായ തത്വചിന്താപരമായ ചർച്ചകൾ നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഈ ലാസറിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട കഥയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നില്ല, അതൊരു വലിയ വിഷയമായിട്ട് നിൽക്കട്ടെ. എന്നാൽ യേശു ലാസർ മരിക്കുമ്പോൾ, ലാസർ ദീനമായി കിടക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു എന്നത് മാർത്തയ്ക്കും മറിയയ്ക്കും ഒരു സങ്കടമായിരുന്നു. അവരിൽ പല യഹൂദന്മാരും പ്രതീക്ഷിച്ചു ലാസറിൻ്റെ പ്രിയ സുഹൃത്ത് യേശുവും ശിഷ്യന്മാരും ഈ ബഥാനിയയിലേക്ക് എത്തിച്ചേരുമെന്ന് അവർ മനസ്സാ വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. എന്നാൽ 4 നാൾ കഴിഞ്ഞ് യേശു വരുമ്പോൾ വാതിൽപ്പടിയിൽ സ്വീകരിക്കുന്നത് വലിയ ഉപചാരനിഷ്ഠയുള്ള മാർത്ത എന്ന മൂത്ത സഹോദരിയാണ്. മാർത്ത ഓടി വന്ന് വാതിൽക്കൽ യേശുവിനെ സ്വീകരിക്കുന്നു. വളരെ ദുഃഖത്തോടു കൂടി പറയുന്നു, അവൻ മരിച്ചുപോയി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിനക്ക് വീണ്ടും ജനത്തിൽ വിശ്വാസമുണ്ടോ? അങ്ങനെയുള്ള ചില ചിന്തകൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ പറയാം. എന്നാൽ മാർത്ത അവിടെയാണെങ്കിൽ, മാർത്ത ഓടിച്ചെന്ന് എല്ലാ സ്വീകരണം നൽകിയെങ്കിൽ മറിയ ആ ഭവനത്തിൽ തന്നെ ഇരിക്കുകയാണ്. മറിയയാണ് യേശുവിനെ സുഗന്ധ ലേപനം പൂശി യേശുവിനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാൾ എന്ന് നമുക്കറിയാം.
മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരു സ്ത്രീ ആയിരുന്നു മറിയ എന്ന് നമുക്കറിയാം. എന്നാൽ മറിയ അവനെ ഭവനത്തിൽ നിന്നും ഇറങ്ങി സ്വീകരിക്കുന്നു. അവൾ അവിടെ ഇരിക്കുകയാണ്, വളരെ ദുഃഖിതയായിരിക്കുകയാണ്. അപ്പോൾ യേശു വരുന്നു. യേശു പറയുന്നു, അവൻ്റെ കല്ലറ എവിടെയെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൾ കണ്ണീരോടുകൂടി അവനോടൊപ്പം കല്ലറയ്ക്കലേക്ക് എത്തുകയാണ്. അപ്പോൾ കല്ലറയ്ക്കൽ ചെല്ലുമ്പോൾ യേശു കാണുന്നത് എന്താണ്? ഒരു കല്ല് ഉരുട്ടി വെച്ച് അവൻ്റെ കല്ലറ അടച്ചു വച്ചിരിക്കുന്നു. യേശു പറയുന്നത് ശ്രദ്ധിക്കുക. യേശു പറയുന്നു, കല്ലു നീക്കുവിൻ എന്ന്. അപ്പോൾ കല്ല് നീക്കുന്നു. അപ്പോൾ ലാസറിൻ്റെ കെട്ടുകളെ അഴിക്കുവിൻ എന്ന് പറയുന്നു. അത് ഈ കൂടി നിൽക്കുന്ന യഹൂദന്മാരോടും ഇതൊക്കെ ചെയ്ത ആളുകളോടുമാണ് യേശു പറയുന്നത്. അവർ അവൻ്റെ കെട്ടുകളെ അഴിക്കുന്നു. അപ്പോൾ യേശു പറയുന്നു, ലാസറെ പുറത്തു വരിക. ലാസർ പുറത്തേക്ക് വരികയാണ്. പ്രിയ സുഹൃത്തിൻ്റെ വിളി കേട്ടവൻ പുറത്തേക്ക് വരികയാണ്. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ഓർക്കുക, നമ്മളെ മരിച്ചവരാക്കുന്നതും അടക്കം ചെയ്യുന്നതുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ്. അതായത് സമൂഹം എന്നത്. സമൂഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സില്ല. അത് ശിഥിലമായൊരു മനസ്സാണ്. പലരിൽ നിന്നും നേടുന്ന അറിവുകൾ കൊണ്ടുണ്ടാകുന്ന മനസ്സാണ്. അവർ നമ്മളെ എപ്പോഴും കൊന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ആൾക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മെ വളർത്താൻ അനുവദിക്കാതെ നമ്മളെ നിരന്തരം കൊന്നുകൊണ്ടിരിക്കും. നീ മോശപ്പെട്ടവനാണ്, നീ ഈ ലോകത്തിന് കൊള്ളാത്തവനാണ്, നീ ദരിദ്രനാണ്, നീ കറുത്തവനാണ്, നീ സൗന്ദര്യമില്ലാത്തവനാണ്, നീ മുടി അഴകില്ലാത്തവനാണ്, അല്ലെങ്കിൽ ശാരീരിക ഭംഗിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ നീ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ്, ഇന്ന മതത്തിൽപ്പെട്ടവരാണ്, അത്തരത്തിൽ ദുഷ്പ്രവർത്തിക്കാരാണ്. അങ്ങനെ നിരവധി നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമ്മളെ തളർത്തുകയും നമ്മളെ രോഗാധീനരാക്കുകയും ഒടുവിൽ നമ്മെ പൂട്ടി നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെയൊക്കെ അടച്ചു വെച്ച് നമ്മളെ കല്ലറ വരെ കൊണ്ടുപോയി അവരെ അടക്കം ചെയ്യുകയും ചെയ്യും. ഇവിടെയാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ഉയർപ്പ് സാധ്യമാകുന്നു എന്നതാണ്. ഒരു ഗുരു ഉണ്ടായിരിക്കുക, ഒരു വഴികാട്ടി ഉണ്ടായിരിക്കുക. അത് സുഹൃത്തായും ദൈവമായോ എന്തുമാകട്ടെ, നിങ്ങളെ മുന്നിലേക്ക് നയിക്കുന്ന, നിങ്ങളെ ജീവനുള്ളവനാക്കുന്ന, നിങ്ങൾക്ക് വീണ്ടും ജനനം നൽകുന്ന ഒരാൾ ഉണ്ടാവുക എന്നതാണ്. അത് അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നാണ്. അത് എത്ര ദൂരത്തിലാണെങ്കിലും എത്ര അകലത്തിലാണെങ്കിലും അവൻ വരുവാൻ ഒരു മനുഷ്യൻ കാത്തു നിൽക്കും. അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ കുത്തുവാക്കുകൾ, സമൂഹത്തിൻ്റെ മുറിപ്പെടുത്തലുകൾ, അവഗണിക്കലുകൾ ഒക്കെ ഏറ്റ് ഒരു മനുഷ്യൻ, അത് ചിലപ്പോൾ സഹോദരിമാരുണ്ടാകാം, സഹോദരിമാരും ഈ സമൂഹം പറയുന്നത് കേട്ട് ഇവൻ നശിച്ചു പോയല്ലോ, ഇവൾ നശിച്ചു പോയല്ലോ, ഇനി ഇവൾക്ക് ജീവനില്ല, ഇവൾ മരിച്ചവളാണ് എന്ന തരത്തിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ട് അവരും അതിൻ്റെ ഭാഗമാണ്. ഞാനും നിങ്ങളുമൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളും അങ്ങനെ ഓരോ മനുഷ്യനെയും വിധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യേശു പറയുന്നത്, വിധിക്കരുത്. നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, മറ്റൊരു മനുഷ്യനെ ഏത് അളവ് വരെയും കുറ്റപ്പെടുത്താം. എന്നാൽ മറ്റൊരു മനുഷ്യൻ തന്നെയാണ്, മറ്റൊരു സ്ത്രീ തന്നെയാണ്. അവരുടെ ആന്തരികമായ പ്രവർത്തനങ്ങളെ, സ്വഭാവ സവിശേഷതകളെ, അവരുടെ ജീവിതത്തെ നമുക്ക് അളക്കാൻ കഴിയില്ല. അവർ നേരിട്ട ജീവിതാനുഭവങ്ങളെ, തിന്മകളെ, ദുരന്തങ്ങളെ, ദുരിതങ്ങളെ ഒന്നും നമുക്ക് അളക്കാൻ കഴിയില്ല. അതിനാൽ തന്നെ അവർ ഇങ്ങനെയാണെന്ന് ഒരു വിധിയിലെത്തിത്തീരരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം, പക്ഷേ വിമർശനം പറയാം, പക്ഷേ നിങ്ങൾ അവസാനമായി വിധി തീർപ്പ് ആക്കേണ്ടത് നിങ്ങളല്ല, അവനാണ്. അവനും ചേർന്നുള്ള ദൈവമാണ്, ദൈവികതയാണ്, അല്ലെങ്കിൽ ഗുരുവാണ്, അവൻ്റെ വഴികാട്ടിയാണ് അൾട്ടിമേറ്റായിട്ട് ആ വിധി തീരുമാനിക്കുന്നത്. അവനെങ്ങനെയാണ്, അത് ഓരോ മനുഷ്യജന്മവും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെയാണ് യേശു ചെയ്യുന്നത്. ഇതാണ്. ഇവരെല്ലാം നിരാശരാകുന്നു. മർത്ത പറയുന്നു, അവൻ മരിച്ചു, അവൻ നാറ്റം വെച്ചിരിക്കുന്നു. അതെ, ആ സമൂഹത്തിന് മുഴുവൻ നാറ്റമായി മാറിയിരിക്കുന്നു അവൻ എന്നുള്ളതാണ്. അത്രമാത്രം ജീവനില്ലാത്ത, ശരീരവും മനസ്സും തമ്മിൽ ബന്ധമറ്റവനായി തീരുന്നു എന്നുള്ളിടത്താണ് നാറ്റം വന്ന് ഭവിക്കുന്നത്. അവൻ ജീർണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്ന് മുന്നേ ഉയർപ്പിക്കുക എന്നതാണ് ഗുരുവിൻ്റെ, ദൈവത്തിൻ്റെ, ആത്മീയ ശുശ്രൂഷകരുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ കർത്തവ്യമെന്ന് പറയുന്നത്. അവനെ വീണ്ടും ഇരുട്ടിലേക്ക്, മരണത്തിലേക്ക് നയിക്കുകയല്ല, ഓരോ മനുഷ്യനെയും അവനെ ഉയർപ്പിച്ചു നിർത്തുക എന്നത് തന്നെയാണ് ഓരോ
മനുഷ്യൻ്റെയും കർത്തവ്യമെന്നാണ് ക്രിസ്തു ചൂണ്ടിക്കാണിക്കുക. യേശു പറയുന്നു, ആ കല്ലറകൾ, ഇവർ അടച്ചു വെച്ച കല്ലുകൾ നീക്കുക. അവരെ കൊണ്ട് തന്നെ യേശു ആ കല്ലുകൾ നീക്കുന്നുവെന്ന്. അവനെ അവഗണിച്ച് അവനെ മരിച്ചവനായി കണ്ട്, ഈ സമൂഹത്തിൻ്റെ ഒരു കുറ്റമല്ല, അവർ കാലാകാലങ്ങളായി ഇത് അനുവർത്തിക്കുന്നതല്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അവർ കരുതുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ മരിച്ചിരിക്കുന്നു, ഇനിയൊരു വീണ്ടെടുപ്പ് സാധ്യമല്ല, അവനെ ഇനി അടക്കുക, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുഴുവൻ നാറ്റമായി തീരും. അതുകൊണ്ടാണ് കല്ലടച്ച് ഭദ്രമാക്കുന്നത്. വീണ്ടും യേശു പറയുന്നു, അവൻ്റെ കെട്ടുകളെ അഴിക്കുക. അതാണ്, അവന് സ്വാതന്ത്ര്യം നൽകാതെ നാം കെട്ടിവെച്ചിരിക്കുകയാണ്. അവന് വീണ്ടും ഒരു ജീവനിലേക്ക് ഒരു സാധ്യത, ശവമാണ്, എന്തിനാണ് ഇങ്ങനെ കെട്ടിപ്പൊതിയുന്നത്? അതും നാറ്റം വയ്ക്കാതിരിക്കാൻ, ഇനിയും അത് ഉയർന്നു വരാതിരിക്കാൻ, കൈകാലുകൾ ചലിക്കാതിരിക്കുവാൻ. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ അടയ്ക്കുന്നത്. ഇതിൽ നിന്ന് മുക്തനാകുവാൻ ആളുകളെ കൊണ്ട് തന്നെ, ഈ കെട്ടപ്പെട്ട സമൂഹത്തെ കൊണ്ട് തന്നെ ആ കെട്ടുകൾ യേശു അഴിക്കുന്നുവെന്ന്. ഇവിടെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. അങ്ങനെ, അതായത് ഈ സമൂഹം കൊണ്ട് തന്നെ ആ ചിന്തകളെ ദുരീകരിക്കുകയും അതിൽ അപ്പുറത്തേക്ക് ഈ ആത്മാവിനെ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നുവെന്ന്. പിന്നീട് ഗുരുവിൻ്റെ വിളിയാണ് കേൾക്കുന്നത് നമ്മൾ. അവൻ്റെ വിളിക്കായിട്ട് കാതോർത്തിരുന്ന ഒരു ആത്മാവ് ഈ മരിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് മനുഷ്യൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. മനുഷ്യൻ എത്രമാത്രം നഷ്ടപ്പെട്ടു പോയാലും നശിച്ചു പോയാലും ജീവനിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനൊരു സാധ്യതയുണ്ട്. അതാണ് ക്രിസ്തീയത പഠിപ്പിക്കുന്നത്. അവൻ എത്രമാത്രം അസന്മാർഗിയായി, പാപിയായി, ദുരിതത്തിൽ കഴിയുന്നവനായാലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കടക്കുവാൻ ദൈവത്തിൻ്റെ കൈപ്പിടി ഉണ്ടാകുമെന്നൊരു സാധ്യതയാണ് ലോകത്തിന് മുമ്പിലുള്ളത്. അത് നമുക്ക് ലോകത്തിന് അവഗണിക്കാവുന്നതല്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ ജൈവപരമായി ഭൗതികമായ ഒരു മനുഷ്യൻ്റെ മരണത്തെയൊന്നുമല്ല ഇത് സൂചിപ്പിക്കുന്നത്. അത് അത്രമാത്രം പ്രാധാന്യമുള്ളതുമല്ല. പക്ഷേ അവൻ്റെ ആന്തരിക ലോകത്തിൽ നിന്ന് ഒരു ഉയർപ്പ്, ഈ സമൂഹം തന്നെ അവനെ ദുഷ്ടനായി, പാപിയായി എണ്ണിയതിൽ നിന്നും അവനെ മോചിപ്പിക്കുക, അവനെ ലിബറേറ്റ് ചെയ്യുക, വിമോചനം നൽകുക എന്നിടത്താണ് ക്രിസ്തു സാധ്യമാകുന്നത്. അതാണ് വിമോചകനായി ക്രിസ്തുവാകുന്നത് എന്നുള്ളത്. എല്ലാവരും തള്ളിക്കളയുമ്പോൾ, എല്ലാവരും മരിച്ചവരായി എണ്ണുമ്പോൾ എല്ലാ മനുഷ്യനും ഒരു സാധ്യതയുണ്ട്. അത് ഗുരുവിൻ്റെ, അത് ദൈവത്തിൻ്റെ വിളിയാണ്. അത് കാത്ത് അവൻ കഴിയുന്നുവെങ്കിൽ, അല്ലാത്ത പക്ഷം അവൻ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ജീവിതം അങ്ങനെ ജീവിച്ച് മരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പ്രധാനം. ചിലരൊക്കെ മരിച്ച് ജീവിക്കുകയാണ്, അതുപോലെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും ശവം കണക്കിന്. പക്ഷേ നമ്മൾ വലിയ ആഡംബരങ്ങളും വലിയ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പുറമേ. പക്ഷേ മരിച്ചവനായി ഇങ്ങനെ അവൻ നിരന്തരം കാണപ്പെടുകയും ഒരു ഉണർവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. ആത്മീയമായ ഒരു ഉണർവ്, ഉയർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ്. അവിടെയാണ് ഗുരുവിൻ്റെ വിളി. ലാസറെ പുറത്തു വരിക. ലാസർ എന്ന പദം വെട്ടി ഓരോരുത്തരെയും പേര് ചേർക്കാം, അല്ലെങ്കിൽ പേരില്ലാത്ത മനുഷ്യരെ ചേർക്കാം ഇവിടെ. അങ്ങനെ പുറത്തു വരിക എന്നുള്ളതാണ്, പുറത്തേക്ക് വരിക എന്നുള്ളതാണ് യേശു കാണിക്കുന്ന വഴി, അവൻ്റെ വിളി എന്നുള്ളതാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.